രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി CPM കേന്ദ്രങ്ങൾ എത്രത്തോളം നീചമായ വഴികൾ തേടുന്നു എന്നതിന്റെ തെളിവുകൾ ഓരോന്നായി പുറത്തുവരികയാണ്. രാഹുലിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് അദ്ദേഹത്തിന്റെ കരിയർ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഗൂഢാലോചന സംഘത്തിന്റെ മുഖം മൂടി ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നു. ഈ ഗൂഢാലോചനയുടെ പ്രധാന കണ്ണിയാണെന്ന് സംശയിക്കപ്പെടുന്ന റിനി ആൻഡ് ജോർജിനെതിരെ സ്ഫോടകാത്മകമായ തെളിവുകളുമായാണ് മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്ത് ഫെനി നയനാൻ രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്ക് പരാതിക്കാരിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ റിനിയുടെ പച്ചക്കള്ളം പൊളിച്ചടക്കുന്ന സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പരാതിക്കാരിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് താൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നുമാണ് റിനി ആൻഡ് ജോർജ് ഇത്രയും കാലം വാദിച്ചിരുന്നത്. എന്നാൽ 2025 ഓഗസ്റ്റ് 21 റിനി പരാതിക്കാരിക്ക് അയച്ച രഹസ്യ സന്ദേശം ഇപ്പോൾ ഫെനി നയനാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. കോൾ മീ ടുമാറോ, എന്നെ നാളെ വിളിക്കൂ എന്ന് റിനി പരാതിക്കാരിയോട് ആവശ്യപ്പെടുന്ന സ്ക്രീൻഷോട്ടാണ് ഇത്. ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇരകളെ പറഞ്ഞു പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട തിരക്കഥ തയ്യാറാക്കി നൽകുകയും ചെയ്യുന്നതിൽ റിനിക്ക് വലിയ പങ്കുണ്ടെന്നാണ് ഈ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. എന്തിനാണ് റിനി ഇത്രയും വലിയ കള്ളം പറഞ്ഞത്? ആരെ സംരക്ഷിക്കാനാണ് റിനി ഈ നാടകം കളിക്കുന്നത്? എന്തായാലും ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന കാര്യങ്ങളെ പോലും പീഡനമായി ചിത്രീകരിച്ച് രാഷ്ട്രീയ നേതാക്കളെ കുടുക്കാൻ ചിലർ മെനയുന്ന കെണിയാണിതെന്ന് ഫെനി നയനാൻ ആവർത്തിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി നൽകാൻ മൂന്നാമത്തെ യുവതിയെ നിർബന്ധിച്ചതും അവർക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തതും റിനിയാണെന്ന് ഫെനി ആരോപിക്കുന്നത്. ഇതിന് പിന്നിൽ CPMലെ ചില ഉന്നത കേന്ദ്രങ്ങളുടെ പിന്തുണയുണ്ട് എന്ന സംശയവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി നേരിടാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോഴാണ് രാഹുലിനെ വ്യക്തിഹത്യ ചെയ്യാൻ ഇത്തരം നീചമായ മാർഗങ്ങൾ CPM സ്വീകരിക്കുന്നത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കുപ്രചാരണമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് റിനി ആൻഡ് ജോർജിന്റെ നിലപാട്. എന്നാൽ കോടതിയിൽ എല്ലാ തെളിവുകളും ഹാജരാക്കാൻ താൻ തയ്യാറാണ് എന്ന് ഫെനി നയനാൻ വെല്ലുവിളിക്കുന്നുണ്ട്. പരാതിക്കാരിയുമായി ബന്ധമില്ല എന്ന റിനിയുടെ വാദം പൊളിഞ്ഞതോടെ ഈ കേസിന് പിന്നിലെ ഗൂഢാലോചനയുടെ ആഴം വ്യക്തമായിരിക്കുകയാണ്. ആരുടെയൊക്കെയോ കയ്യിലെ കളിപ്പാവയായി റിനി മാറുകയായിരുന്നു. ഇതിന്റെ പിന്നിലെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അന്വേഷണം നടത്തേണ്ടതുണ്ട്. സത്യം എപ്പോഴും ജയിക്കുമെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തളയ്ക്കാൻ നോക്കിയവർക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്. അഴിമതിയും ഗുണ്ടായിസവും മുഖമുദ്രയാക്കിയ CPM ഇപ്പോൾ ലൈംഗിക ആരോപണങ്ങൾ വ്യാജമായി നിർമ്മിക്കുന്ന ഫാക്ടറിയായി മാറിയിരിക്കുന്നു. റിനി ആൻഡ് ജോർജിന്റെ അഭിനയം അധികകാലം തുടരാനാവില്ല. ഈ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ കോൺഗ്രസിന് വിശ്രമവുമില്ല. എന്തായാലും ജനങ്ങൾ ഈ നാടകം തിരിച്ചറിയുന്നുണ്ട്. അവർ ഇതിനുള്ള കൃത്യമായ മറുപടി നൽകുക തന്നെ ചെയ്യും.